ഹായ് വീവേഴ്സ്, ഇന്നിവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് സെക്കൻഡ് ടെർമിനൽ ഇവാലുവേഷൻ കക്ഷ 5 വി ഹിന്ദി സമയ 2 घंटे 15 മിനിറ്റ്സ് കൂൾ ഓഫ് ടൈം ഉണ്ട്. പിന്നെ गतिविधियाँ फर्स्ट का उत्तर लिखना अनिवार्य है. 2 से 6 तक की गतिविधियों में से किन्हीं 4 के उत्तर लिखिയാണ് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. ഫസ്റ്റ് ഗതിവിധി എന്തായാലും നിർബന്ധമായിട്ട് എല്ലാവരും അറ്റൻഡ് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിലൊരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്, അത് വായിച്ചിട്ട് താഴെ ചോദ്യങ്ങൾ ഉത്തരം എഴുതേണ്ടതാണ്. പേട് പർ കൗൻ റഹതി ഥി, ആരാണ് മരത്തിൻ്റെ മീതെ താമസിച്ചിരുന്നത്? ഗിലഹരി. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഏക് ദിൻ ഗിലഹരി നെ കിസ്കോ ദേഖ, ആരെയാണ് കണ്ടത്? ഗിലഹരി ബന്ദർ. बंदर किससे खेल रहा था? बॉल से. देन सही प्रस्ताव चुनकर लिखे. गिलहरी और बंदर तालाब के पास पहुँचे. देन नेक्स्ट, बॉल कहाँ गिरी, എവിടെയാണ് ബോൾ വീണത്? താലാബ് മേ. നെക്സ്റ്റ് ആക്ടിവിറ്റി, അതിൽ സെക്കൻഡ് ആക്ടിവിറ്റിയിൽ പറഞ്ഞിട്ടുള്ളത് 2 ചോദ്യങ്ങളാണ് തന്നിട്ടുള്ളത്, കായും ഖായും. അതിൽ ഫസ്റ്റ് വണ്ണിൻ്റെ ചോദ്യം മുകളിലുള്ള വരി വായിച്ചിട്ട് അതിൽ താഴെ ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതേണ്ടതാണ്. പേട് കെ ഹോനെസെ വേ ആ ഗയി, കോൺ ആ ഗയി. അപ്പോൾ ചിടിയ, ആരാണ് വന്നത്? പേടുള്ളത് കൊണ്ട്. അപ്പോൾ അതിൻ്റെ ഉത്തരം ചിടിയാണ്. പിന്നെ രണ്ടാമത്തെ ഖ ക്വസ്റ്റ്യൻ, പേട് ലഗായിയെ ഹരിയാലി ഫൈലായിയെ, സന്ദേശ് जोड़कर പ്രകൃതി സംരക്ഷൺ പർ ഏക് പോസ്റ്റർ തയ്യാർ കരെ, ഒരു പോസ്റ്റർ ഉണ്ടാക്കാനാണ് ഇവിടെ ഈ സെക്കൻഡ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ടോപ്പിക്ക് പേട് ലഗായിയെ, മരങ്ങളെ വളർത്തു അല്ലെങ്കിൽ നടു. പിന്നെ ഹരിയാലി ഫൈലായിയെ, പച്ചപ്പ് എല്ലായിടത്തും പിടിപ്പിക്കുക അല്ലെങ്കിൽ എല്ലായിടത്തും പരത്താനാണ് അതിൻ്റെ ഉദ്ദേശം അവർ പറയുന്നത്. അതിൻ്റെ ഒരു പോസ്റ്റർ ഉണ്ടാക്കാനാണ്. അപ്പോൾ അതിൻ്റെ ശീർഷകം പറഞ്ഞതുപോലെയെല്ലാം നല്ല ഭംഗിയിൽ വരച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗതിവിധി തേർഡാണ്. സൂചന ചിത്ര ദേഖിയെ ഓർ നമൂനയ്ക്ക് അനുസാർ ലിഖിയെ. അപ്പോൾ അതിൽ തന്നിട്ടുള്ള ഒരു എക്സാമ്പിൾ പോലെ ബാക്കിയുള്ള ചോദ്യങ്ങൾ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതെല്ലാവരും എഴുതിയിട്ടുണ്ടാവും. എണ്ണം എടുത്തിട്ട് എഴുതേണ്ട ഒരു ആവശ്യമുള്ളൂ. അപ്പോൾ എല്ലാവരും എണ്ണം എടുത്തിട്ട് എഴുതിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് വണ്ണ്, നൗ ഫൂൾ ചഹ് പേട് 7 आम 2 गिलहरिया 1 मछली. ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് ഗതിവിധി 4 ആണ്. ഇതിലൊരു വർഷമായി എന്ന് പറഞ്ഞൊരു കവിതയാണ് തന്നിട്ടുള്ളത്. കിയെ പങ്ക്തിയാം പടേ ഓർ പ്രശ്നോക്ക് ഉത്തർ ദേ. ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് 2 ക്വസ്റ്റ്യൻസാണ് തന്നിട്ടുള്ളത്. ഒന്ന് അതിലുള്ള റൈമിംഗ് ആയിട്ടുള്ള 2 വരികൾ എടുത്തെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ റൈമിംഗ് വേർഡ്സ് ഞാൻ എടുത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ 2 വരികൾ ഫസ്റ്റും സെക്കൻഡും ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ 2 വരികളാണ് എഴുതേണ്ടത്. ദെൻ നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് സഹി മിലാൻ കരെ, അതിൻ്റെയും കറക്റ്റ് മാത്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, हवा और धूल कविता की ये पंक्तियाँ पढ़े और प्रश्नों के उत्तर लिखिए. പിന്നെ അടുത്ത ഗതിവിധിയാണ് 5ാമത്തെ ഗതിവിധി. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കൗൺ ധബ് സെ നീച്ചെ ആയി, അപ്പോൾ ആരാണ് താഴേക്ക് വന്നത്? അതിൽ ലാസ്റ്റ് വരിയിൽ തന്നെ ഉത്തരവുണ്ട്, ധൂൽ ധബ് സെ നീച്ചെ ആയി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഖ എ ആശയ വാലി പങ്ക്തിയാ ചുൻകർ ലിഖെ, ഈ ആശയമുള്ള 2 വരികൾ ഏതാണെന്നുള്ളത് നിങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഉത്തരം ഞാൻ അതാ മുകളിൽ തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് 2 വരികളും സെക്കൻഡ് 2 വരികളാണ് ഈ ആടെയും ഉത്തരം ആ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഗതിവിധി നല്ലൊരു എളുപ്പമുള്ളൊരു നെക്സ്റ്റ് ഗതിവിധിയാണ്. ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഈ ചിത്രം നോക്കിയിട്ട് നിങ്ങൾ ഇതിൽ തന്നിട്ടുള്ള വരികൾ സീക്വൻസിൽ എഴുതാനാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വണ്ണ് നല്ല സന്തോഷത്തിൽ ബോളായിട്ട് കളിക്കുന്ന ഒരു കുട്ടിയുണ്ട്. സെക്കൻഡ് വണ്ണ് ബോളും നല്ല സന്തോഷത്തിലാണ്. ദെൻ ആ ബോള് ഉള്ളിലോട്ട് വെള്ളത്തിൽ പോയി. ദെൻ നെക്സ്റ്റ് കാണിക്കുന്നത് ഒരു കൊക്കിൻ്റെ ഇതിൽ കുടുങ്ങിയിട്ടുണ്ട്. ദെൻ അതിനെല്ലാവരും കണ്ടിട്ട് എല്ലാവരും ഓടാൻ തുടങ്ങിയ ഒരു ചിത്രമാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മീനിങ്സ് ഉള്ള വരികളാണ് ഞാൻ ഈ മാർക്കിങ് സീക്വൻസിൽ ചെയ്തിട്ടുണ്ട്. ഖുഷി और बॉल खेल रही थी. ദെൻ സെക്കൻഡ് വൺ, വാ വാ കിത്ന മസ, അപ്പോൾ ബോളും നല്ല സന്തോഷത്തിലാണെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതിൽ വാഹന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് സെക്കൻഡ് വണ്ണ്. ദെൻ തേർഡ് വണ്ണ്, ഖുഷി ഉദാസ് ഹേ, ബോൾ പോയതിൻ്റെ സങ്കടത്തിലായി. പിന്നെ 4ാമത്തെ വരി, രണ്ടാമത്തെ വരി
നാലാമത്തെ വരി ചോച്ച് ബോൾമേ ഫസ് ഗൈ. അപ്പോൾ അതിൻ്റെ ക്രെയിനിൻ്റെ കൊക്ക് കുടുങ്ങി അതിൻ്റെ ഉള്ളിൽ. then അത് കണ്ടിട്ട് എല്ലാവരും പേടിച്ച് ഓടാൻ തുടങ്ങി. ഭാഗോ ദോസ്തോ ഭാഗോ എക് വിചിത്ര ജീവ് എന്ന് പറഞ്ഞിട്ട് അതാണ് ലാസ്റ്റ് വരി. അങ്ങനെ ഇതോടെ ഈ ഒരു ഹിന്ദി ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ ആൻസേഴ്സ് കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും നല്ലൊരു എളുപ്പമായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. എല്ലാവരും നന്നായിട്ട് എഴുതിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.